നമ്മൾ ഇന്ന് ഹാർട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഫിസിയോളജിക്കൽ അനാട്ടമി നോക്കാം. സോ വി ഓൾ നോ ദാറ്റ് ഹാർട്ട് ഇസ് എ ഫിസ്റ്റ് സൈസ് ഓർഗൻ ആൻഡ് ദാറ്റ് പംപ്സ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി. സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ ഓർഗനാണ് ഈ ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ട് എവിടെയാണ് കാണുന്നത്? തൊറാസിക് ക്യാവിറ്റിയിലാണ് ഹാർട്ട് കാണുന്നത്. തൊറാസിക് ക്യാവിറ്റിയുടെ ഇരുവശങ്ങളിലും ലങ്സാണുള്ളത്. അപ്പോൾ ഈ ലങ്സിൻ്റെ നടുക്കുള്ള സ്പേസ് ഉണ്ടല്ലോ, മീഡിയസ്റ്റീനത്തിൻ്റെ ലോവർ ഹാഫിലായിട്ടാണ് നമുക്ക് ഹാർട്ട് കാണാൻ പറ്റുക. അടുത്തത് ഹാർട്ട് വാളിനെ കുറിച്ചാണ് നോക്കുന്നത്. അതിന് 3 ലെയേഴ്സാണുള്ളത്: എൻഡോകാർഡിയം, മയോകാർഡിയം, എപ്പികാർഡിയം. ഈ എൻഡോകാർഡിയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ കാർഡിയാക് വാൾ. ഓക്കെ, ഇന്നർമോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ എൻഡോകാർഡിയം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ലൈൻസ് ദ ക്യാവിറ്റീസ് ആൻഡ് വാൽവ്സ് ഓഫ് ദ ഹാർട്ട്. ഓക്കെ, പിന്നെ സ്ട്രക്ചറലി പറയുകയാണെങ്കിൽ ദിസ് എൻഡോകാർഡിയം ഇസ് കംപ്രൈസ്ഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഓക്കെ, അപ്പോൾ എൻഡോകാർഡിയം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ. Okay, and in addition to this lining inside the heart, the endocardium also regulates contractions. Okay, and aids cardiac embryological development. അപ്പോൾ ഏറ്റവും ഇന്നർമോസ്റ്റ് ലൈനിങ് ആയിട്ടുള്ള ലെയർ ആണ് എൻഡോകാർഡിയം എന്ന് പറയുന്നത്. അതുമാത്രമല്ല കൺട്രാക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യും. അതുമാത്രമല്ല ഇറ്റ് ഓൾസോ എയ്ഡ്സ് കാർഡിയാക് എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മയോകാർഡിയമാണ്. പക്ഷെ മയോകാർഡിയത്തിനെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് വേറൊരു സബ് ലെയറിനെ കുറിച്ച് കൂടെ പറയാനുണ്ട്. ദാറ്റ് ഈസ് സബ് എൻഡോകാർഡിയൽ ലെയർ. ഓക്കെ, ദിസ് സബ് എൻഡോകാർഡിയൽ ലെയർ ലൈസ് ബിറ്റ്വീൻ ദിസ് എൻഡോകാർഡിയം ആൻഡ് മയോകാർഡിയം. ഓക്കെ, എൻഡോകാർഡിയത്തിനും മയോകാർഡിയത്തിനും ഇടയിൽ കാണുന്ന ഈ 2 ലെയറുകളെയും പരസ്പരം ജോയിൻ ചെയ്യുന്ന ഒരു ലെയറാണ് സബ് എൻഡോകാർഡിയൽ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലെയർ ഓഫ് ലൂസ് ഫൈബ്രസ് ടിഷ്യൂ കണ്ടെയ്നിങ് ദ വെസൽസ് ആൻഡ് നെർവ്സ് ഓഫ് ദ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ദി ഹാർട്ട്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ പെർക്കിഞ്ചെ ഫൈബേഴ്സ് ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദിസ് ലെയർ. ഓക്കെ, അപ്പോൾ ഈ സബ് എൻഡോകാർഡിയൽ ലെയറിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാലുണ്ടല്ലോ, ദാറ്റ് റിസൾട്ട്സ് ഇൻ വേരിയസ് അരിത്മിയാസ്. അപ്പോൾ അരിത്മിയാസ് നമുക്കറിയാം നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റിനുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഈ അരിത്മിയാസ് എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ ഹാർട്ട് ബീറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അരിത്മിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സബ് എൻഡോകാർഡിയൽ ലെയർ പറഞ്ഞു. ഇനി നമ്മൾ മയോകാർഡിയത്തെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ മയോകാർഡിയം എന്താണ്? മയോകാർഡിയം ഇസ് കമ്പോസ്ഡ് ഓഫ് കാർഡിയാക് മസിൽ ആൻഡ് ഇസ് ആൻ ഇൻവോളണ്ടറി സ്ട്രൈറ്റഡ് മസിൽ and it is responsible for contractions of the heart. Next നമ്മൾ നോക്കുന്നത് സബ് എപ്പികാർഡിയൽ ലെയർ ആണ്. ആൻഡ് ദാറ്റ് ലൈസ് ബിറ്റ്വീൻ ആൻഡ് ജോയിൻസ് ദ മയോകാർഡിയം ആൻഡ് എപ്പികാർഡിയം. മയോകാർഡിയത്തിനും എപ്പികാർഡിയത്തിനും ഇടയിൽ കാണുന്ന ഒരു ലെയർ ആണ് ഈ സബ് എപ്പികാർഡിയൽ ലെയർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ജോയിൻസ് ദിസ് മയോകാർഡിയം ആൻഡ് എപ്പികാർഡിയം. ഓക്കെ, ഇനി എപ്പികാർഡിയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാർട്ടിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയർ ആണ് എപ്പികാർഡിയം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഫോംഡ് ബൈ ദ വിസറൽ ലെയർ ഓഫ് ദി പെരികാർഡിയം. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഫാറ്റ്. മാത്രമല്ല ഇതിലുള്ള ഈ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടല്ലോ, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യും. എങ്ങോട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻ ടു ദ പെരികാർഡിയൽ ക്യാവിറ്റി. And in addition to this connective tissue and fat, you can see that the pericardium is lined by on its outer surface by simple squamous epithelial cells. അതായത് ഈ കണക്റ്റീവ് ടിഷ്യൂസും ഫാറ്റും കൊണ്ടാണ് ഈ എപ്പികാർഡിയം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇറ്റ്സ് ഫോംഡ് ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഫാറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനു പുറമെ അതായത് ഇതിൻ്റെ ഔട്ടർ സർഫസിൽ, എപ്പികാർഡിയത്തിൻ്റെ ഔട്ടർ സർഫസിൽ യു ക്യാൻ സീ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ്, സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ്. ഇനി നമുക്ക് ഹാർട്ട് ചേമ്പേഴ്സ് നോക്കാം. ഹൃദയത്തിന് 4 അറകളാണുള്ളതെന്ന് നമുക്കറിയാം. 2 ചേമ്പേഴ്സ് ഓൺ ദി ടോപ്പ്, ദാറ്റ് ഈസ് ഏട്രിയ, ആൻഡ് 2 ഓൺ ദി ബോട്ടം, അത് വെൻട്രിക്കിൾസ് ആണ്. ആൻഡ് യു ക്യാൻ സീ 1 on each side of the heart.
ഓക്കെ, അപ്പോൾ ഓരോ ചേംബറിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്ലഡ് സർക്കുലേഷനിൽ ഓരോ ചേംബറിൻ്റെയും ഫങ്ഷൻ എന്താണ്? അപ്പോൾ നമുക്ക് റൈറ്റ് ഏട്രിയത്തിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ 2 ലാർജ് വെയിൻസ് ആണുള്ളത്. ഇതൊക്കെയാണ്, ഒന്ന് സുപ്പീരിയർ വീന കാവയും മറ്റൊന്ന് ഇൻഫീരിയർ വീന കാവയും. സോ ദീസ് 2 ലാർജ് വെയിൻസ് ഡെലിവർ ദ ഓക്സിജൻ പുവർ ബ്ലഡ് ടു ദ റൈറ്റ് ഏട്രിയം. ഓക്കെ, ഓക്സിജൻ കുറവായിട്ടുള്ള ബ്ലഡ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നത് ഈ 2 ലാർജ് വെയിൻസ് ആണ്. ഒന്ന് സുപ്പീരിയർ വീന കാവയും മറ്റൊന്ന് ഇൻഫീരിയർ വീന കാവയും. നമ്മുടെ അപ്പർ ബോഡിയിൽ നിന്നുള്ള ബ്ലഡ് എത്തിക്കുന്നത് സുപ്പീരിയർ വീനക്കാവയാണ്. എന്നാൽ ഇൻഫീരിയർ വീനക്കാവ എത്തിക്കുന്നത് ദ ബ്ലഡ് ഫ്രം ദി ലോവർ ബോഡി. ഓക്കെ, ദെൻ ദ റൈറ്റ് ഏട്രിയം പമ്പ്സ് ദ ബ്ലഡ് ടു ദ റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ ഈ ഓക്സിജൻ പുവറായിട്ടുള്ള ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് അത് എങ്ങോട്ടത്തേക്കാണ് പമ്പ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ് അത് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ്? ആൻഡ് വി നോ ദാറ്റ് ദ റൈറ്റ് വെൻട്രിക്കിൾ ഇസ് ദ ലോവർ റൈറ്റ് ചേംബർ ഓഫ് ദി ഹാർട്ട്. ഓക്കെ, ദാറ്റ് പമ്പ്സ് ദ ഓക്സിജൻ പുവർ ബ്ലഡ് ടു ദ ലങ്സ്. ലങ്സിലേക്ക് അതിനെ പമ്പ് ചെയ്യും. ഏത് വഴിയാണ് അത് ലങ്സിലെത്തുന്നത്? പൾമനറി ആർട്ടറി വഴിയാണ് അത് ലങ്സിലെത്തുന്നത്. ആൻഡ് ദ ലങ്സ് റീലോഡ് ദ ബ്ലഡ് വിത്ത് ഓക്സിജൻ. So after the lungs fill the blood with oxygen, the pulmonary veins carry the blood to the left atrium. ഓക്കെ, പൾമനറി വെയിൻസിൻ്റെ സഹായത്തോടു കൂടി ഈ രക്തത്തെ, അതായത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കും. ആൻഡ് ദിസ് അപ്പർ ചേംബർ പമ്പ്സ് ദ ബ്ലഡ് ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയുന്ന അപ്പർ ചേംബർ എങ്ങോട്ട് എത്തിക്കുന്നേ? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് രക്തത്തെ എത്തിക്കും. ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ദിസ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ടു ദ റെസ്റ്റ് ഓഫ് ദി ബോഡി. ഓക്കെ, മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് റൈറ്റ് വെൻട്രിക്കിളിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ലാർജാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ഈ ഓക്സിജൻ റിച്ച് ബ്ലഡ് നമ്മുടെ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം പമ്പ് ചെയ്തെത്തിക്കുന്നത്. സഹായിക്കുന്നത് ആരാണ്? അയോർട്ടയാണ് സഹായിക്കുന്നത്. ഇനി നമുക്ക് ഹാർട്ട് വാൽവ്സിനെ കുറിച്ച് നോക്കാം. ഹാർട്ട് വാൽവ്സ് എന്ന് പറയുന്നത് ഹാർട്ട് ചേംബേഴ്സിനിടയിൽ കാണുന്ന ഡോർസ് ആണെന്ന് നമുക്ക് പറയാം. ദേ ഓപ്പൺ ആൻഡ് ക്ലോസ് ടു അലൗ ബ്ലഡ് ടു ഫ്ലോ ത്രൂ ആൻഡ് ഓൾസോ ദേ കീപ് യുവർ ബ്ലഡ് ഫ്രം മൂവിങ് ഇൻ ദ റോങ് ഡയറക്ഷൻ. ഓക്കെ, ബ്ലഡ് റോങ് ഡയറക്ഷനിൽ പോവാതെ ഈ ഹാർട്ട് വാൽവ്സ് സഹായിക്കും. ഇപ്പോൾ 2 തരമാണുള്ളത്. ഒന്ന് ഈട്രിയോ വെൻട്രിക്കുലാർ വാൽവ്സ്, മറ്റൊന്ന് സെമി ലൂണാർ വാൽവ്സ്. അതായത് ഈ AV വാൽവ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഓപ്പൺ ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ ഹാർട്ട് ചേംബേഴ്സ്. AV വാൽവ്സ് 2 തരമുണ്ട്. ട്രൈകസ്പിഡ് വാൽവ്, രണ്ടാമത്തത് ബൈകസ്പിഡ് വാൽവ് അഥവാ മൈട്രൽ വാൽവ്. ഈ ട്രൈകസ്പിഡ് വാൽവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ ഡോർ ബിറ്റ്വീൻ ദ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. ഇനി മൈട്രൽ വാൽവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡോർ ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ AV വാൽവ്സ് 2 തരമാണുള്ളത്. ട്രൈകസ്പിഡ് വാൽവ് ആൻഡ് ബൈകസ്പിഡ് വാൽവ് അഥവാ മൈട്രൽ വാൽവ് എന്ന് പറയും. അടുത്തത് SL വാൽവ്സ് അഥവാ സെമി ലൂണാർ വാൽവ്സ് എന്താണെന്ന് നോക്കാം. ദേ ഓപ്പൺ വെൻ ബ്ലഡ് ഫ്ലോസ് ഔട്ട് ഓഫ് ദി വെൻട്രിക്കിൾസ്. ഓക്കെ, വെൻട്രിക്കിൾസിന് പുറത്തേക്ക് ബ്ലഡ് കടക്കാൻ സഹായിക്കുന്ന വാൽവ് ഏതാണ്? സെമി ലൂണാർ വാൽവ്സ് ആണ്. ഈ സെമി ലൂണാർ വാൽവുകൾ തന്നെ 2 തരമുണ്ട്. ഒന്ന് അയോട്ടിക് വാൽവ്, മറ്റൊന്ന് പൾമനറി വാൽവ്. ഈ അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺസ് വെൻ ദ ബ്ലഡ് ഫ്ലോസ് ഔട്ട് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ദ അയോട്ട. ഓക്കെ, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ടയിലേക്ക് പോയി അവിടെ നിന്ന് നമ്മുടെ ശരീരത്തിലുള്ള മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം രക്തം എത്തിക്കാൻ സഹായിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതിന് സഹായിക്കുന്ന വാൽവ് ഏതാണ്? അയോട്ടിക് വാൽവാണ്. നമ്മൾ ആ പ്രോസസ്സ് പറഞ്ഞ് നിർത്തിയപ്പോഴേ നമ്മൾ പറഞ്ഞു അയോട്ടയാണ് സഹായിക്കുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കാൻ സഹായിക്കുന്നത് അയോട്ടയാണ്. അപ്പോൾ അവിടെ നിന്നേ നമ്മൾ ഓർത്തോണം സഹായിക്കുന്ന വാൽവിൻ്റെ പേര് അയോട്ടിക് വാൽവ്. So aortic valve opens when the blood flows out of the left ventricle to the aorta. And the aorta എന്ന് പറയുന്നത് എന്താണ്? That's the artery that carries oxygen rich blood to the body. അടുത്തത് പൾമിനറി വാൽവ്. പൾമിനറി വാൽവ് എന്താണ്? ഓപ്പൺസ് വെൻ ദ ബ്ലഡ് ഫ്ലോസ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ടു ദ പൾമിനറി ആർട്ടറീസ്.
ഓക്കെ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമനറി ആർട്ടറീസിലേക്ക് പോകുന്ന രക്തം, ഓക്കെ, അങ്ങനെ രക്തം പോകുന്ന സമയത്ത് ആ ഒരു ട്രാൻസ്പോർട്ടിനെ സഹായിക്കുന്നത് ആരാണ്? പൾമനറി വാൽവുകളാണ്. പൾമനറി ആർട്ടറീസിലേക്ക് രക്തം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു പാത്വേ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന വാൽവ് ആരാണ്? പൾമനറി വാൽവാണ്. ഓക്കെ, ആൻഡ് ദ പൾമനറി ആർട്ടറീസ് എന്താണത്? They are the only arteries that carry oxygen poor blood to the lungs. മറ്റെല്ലാ കേസസിലും നമുക്കറിയാം വെയിൻസ് ആണ് ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ പുവർ ഓക്സിജൻ ഉള്ള ബ്ലഡിനെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതും അതിനെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതും ആർട്ടറീസ് ആണ്. എന്നാൽ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് വെയിൻസ് ആണ്. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ടയുടെ സഹായത്തോടു കൂടി നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം എത്തുകയും ചെയ്യും. എന്നാൽ ഈ കേസിൽ നോക്കും പൾമനറി ആർട്ടറീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ദീസ് ആർ ദ ഓൺലി ആർട്ടറീസ് ദാറ്റ് ക്യാരി ഓക്സിജൻ പുവർ ബ്ലഡ് ടു ദ ലങ്സ്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ബ്ലഡ് വെസൽസ്. 3 തരം ബ്ലഡ് വെസൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. ആർട്ടറീസ് നമ്മൾ പറഞ്ഞു, ദേ ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ദ ബോഡീസ് ടിഷ്യൂസ്. എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞു, ഏതാണ്? പൾമനറി ആർട്ടറീസ് വിച്ച് ഗോ ടു ദ ലങ്സ്. പിന്നെ വെയിൻസ് ക്യാരി ഓക്സിജൻ പുവർ ബ്ലഡ് ബാക്ക് ടു ദ ഹാർട്ട്. ഇനി കാപ്പിലറീസ് ആണെങ്കിലോ, ദേ ആർ സ്മോൾ ബ്ലഡ് വെസൽസ് where the body exchange both oxygen rich and oxygen poor blood. ഓക്കെ, കാപ്പിലറീസ് എന്ന് പറയുന്നത് ചെറിയ ബ്ലഡ് വെസൽസ് ആണ്. ഓക്സിജൻ റിച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓക്സിജൻ പുവർ ബ്ലഡ് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും എക്സ്ചേഞ്ച് നടക്കും ഈ കാപ്പിലറീസിൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കൊറോണറി ആർട്ടറീസ് ആണ്. കൊറോണറി ആർട്ടറീസ് 2 ടൈപ്പാണുള്ളത്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആൻഡ് റൈറ്റ് കൊറോണറി ആർട്ടറി. ഇതിൽ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി 2 ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സർക്കംഫ്ലെക്സ് ആർട്ടറി ആൻഡ് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. ഓക്കെ, ഇതിൽ സർക്കംഫ്ലെക്സ് ആർട്ടറി എന്ന് പറഞ്ഞാൽ സപ്ലൈസ് ബ്ലഡ് ടു ദ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ദ സൈഡ് ആൻഡ് ബാക്ക് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതായത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്നതും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ സൈഡ് പോർഷനിലും ബാക്ക് പോർഷനിലും എല്ലാം ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ഏത് ആർട്ടറിയാണ്? സർക്കംഫ്ലെക്സ് ആർട്ടറിയാണ്. ഇനി അടുത്തത് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി അഥവാ LAD സപ്ലൈസ് ബ്ലഡ് ടു ദ ഫ്രണ്ട് ആൻഡ് ബോട്ടം ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ഫ്രണ്ട് ഓഫ് ദ സെപ്റ്റം. ഓക്കെ, പിന്നെ റൈറ്റ് കൊറോണറി ആർട്ടറി അതാണ് രണ്ടാമത്തത്, RCA, that supplies blood to the right atrium, right ventricle and bottom portion of the left ventricle and back of the septum. Next is electrical conduction system. Electrical conduction system എന്ന് പറയുന്നത് it coordinates the contractions of the heart chambers by sending signals. ഓക്കെ, എങ്ങനെയാണ് സിഗ്നൽസ് സെൻഡ് ചെയ്തുകൊണ്ട് ഹാർട്ട് ചേമ്പേഴ്സിൻ്റെ കൺട്രാക്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് എൻഷ്യൂർസ് ദ ഹാർട്ട് ബീറ്റ്സ്, റിതമിക്കായിട്ട് ഹാർട്ട് ബീറ്റ്സ് സംഭവിക്കുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് കറക്റ്റായിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഹാർട്ട്സ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഈ കണ്ടക്ഷൻ സിസ്റ്റം ഇതുപോലെ കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ലാസ്റ്റ് സംഭവിക്കുന്നത്? ദാറ്റ് അലോസ് ഫോർ എഫിഷ്യൻറ്റ് ബ്ലഡ് പമ്പിങ്. ഓക്കെ, എഫിഷ്യൻ്റ് ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് ഹൃദയത്തെ അത് സഹായിക്കും, ഹൃദയത്തിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം. ആൻഡ് ദിസ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് സൈനോ ഏട്രിയൽ നോഡ്, atrioventricular node, left bundle branch, right bundle branch, bundle of His and Purkinje fibers. അപ്പോൾ സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് സെൻസ് ദ സിഗ്നൽസ് ദാറ്റ് മേക്ക് ദ ഹാർട്ട് ബീറ്റ്. ഓക്കെ, ഓരോ ഹാർട്ട് ബീറ്റിനും ഓരോ ഹൃദയമിടിപ്പിനും വേണ്ടിയുള്ള സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നത് ആരാണ്? സൈനോ ഏട്രിയൽ നോഡാണ്. ഓക്കെ, ഓരോ ഹാർട്ട് ബീറ്റും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നത് സൈനോ ഏട്രിയൽ നോഡാണ്. നെക്സ്റ്റ് ഇസ് ദ AV node, that is atrioventricular node, that carries the electrical signals from the heart's upper chamber to its lower ones.
ഓക്കെ, ഹൃദയത്തിൻ്റെ അപ്പർ ചേംബറിൽ നിന്നും ലോവർ ചേംബറിലേക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ക്യാരി ചെയ്യുന്നതാണ് AV നോഡിൻ്റെ ഫങ്ഷൻ. ഇനി ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ആൻഡ് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് സെൻസ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. എന്നാൽ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് സെൻഡ് ചെയ്യുന്നത് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ആണ്. അടുത്തത് ബണ്ടിൽ ഓഫ് ഹിസ് എന്താണ്? ദാറ്റ് സെൻസ് ഇമ്പൾസസ് ഫ്രം ദ AV നോഡ് ടു ദ പെർക്കിഞ്ചെ ഫൈബേഴ്സ്. AV നോഡിൽ നിന്നും പെർക്കിഞ്ചെ ഫൈബേഴ്സിലേക്ക് ഇമ്പൾസസ് സെൻഡ് ചെയ്യുന്നത് ബണ്ടിൽ ഓഫ് ഹിസ് ആണ്. ആൻഡ് ദ പെർക്കിഞ്ചെ ഫൈബേഴ്സ് ദാറ്റ് മേക്ക് ദ ഹാർട്ട് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ആൻഡ് പമ്പ് ഔട്ട് ബ്ലഡ്. അതായത് ഈ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റത്തിൽ പെർക്കിഞ്ചെ ഫൈബേഴ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യാനും അതുവഴി രക്തം പുറത്തേക്ക് പമ്പ് ചെയ്യാനും സഹായിക്കും.